ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെന്റൻസുകൾ പരിചയപ്പെടാം. ഏതൊരു ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. സ്പീക്കിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പീക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് കുറച്ച് സെന്റൻസുകൾ പരിചയപ്പെടാം. ഞാൻ വൈകി എന്നുള്ളതിന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ്. ഞാൻ വൈകി. സമയമായി. ഇറ്റ്സ് എബൌട്ട് ടൈം. ഇറ്റ്സ് എബൌട്ട് ടൈം. ഞാൻ തിരക്കിലാണ്. ഐ ആം ബിസി. ഐ ആം ബിസി. അല്ലെങ്കിൽ ഐ ആം ഇൻ എ ഹറി. ഐ ആം ഇൻ എ ഹറി. ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അവനൊരു എടുത്തുചാട്ടക്കാരനാണ്. ഹി ഈസ് വെരി ഇമ്പൾസീവ്. നീ അവളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കേണ്ട. ഡോണ്ട് ജസ്റ്റിഫൈ ഹെർ ആക്ഷൻ. അവർ എന്നെ പ്രകോപിപ്പിച്ചു. ദേ പ്രൊവോക്ഡ് മീ. ഇത് ആരുടെ ബുക്കാണ്? ഹൂസ് ബുക്ക് ഈസ് ദിസ്? അത് എന്റേതാണ്. ദാറ്റ്സ് മൈൻ. നിങ്ങളുടെ കൈകൾ കഴുകൂ. വാഷ് യുവർ ഹാൻഡ്സ്. ഗ്ലാസ് എങ്ങനെ പൊട്ടി? ഹൗ ഡിഡ് ദ ഗ്ലാസ് ബ്രേക്ക്? മഴ പെയ്യുന്നു. ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇവിടെ നോക്കൂ. ലുക്ക് ഹിയർ. കളിയാക്കുന്നത് നിർത്തൂ. സ്റ്റോപ്പ് കിഡിങ്. ഇത് ഇനിയും സംഭവിക്കാൻ അനുവദിച്ചുകൂടാ. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഇനി ഇതൊരിക്കലും വരാൻ പാടില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ എന്ന് പറയാം. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അഗെയിൻ. ഒരു സഹായം ചെയ്യൂ. ഡു മീ എ ഫേവർ. ഞാൻ നനഞ്ഞു. ഐ ഗോട്ട് ഡ്രഞ്ച്ഡ്. മറുപടി തരൂ. ആൻസർ മീ. നീ ഇപ്പോൾ വരണം. യു ഷുഡ് കം നൗ. അത് സാധ്യമല്ല. ദാറ്റ്സ് നോട്ട് പോസിബിൾ. പറ്റിപ്പോയി. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അറിയാണ്ട് പറ്റിപ്പോയി എനിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ മെസ്ഡ് അപ്പ്. ഐ മെസ്ഡ് അപ്പ്. അത് ഞാൻ അറിഞ്ഞു. ഐ ന്യൂ അബൌട്ട് ഇറ്റ്. ഞാൻ അവളെ അറിയിച്ചു. ഐ ഇൻഫോംഡ് ഹെർ. എനിക്ക് താല്പര്യമില്ല. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ്. എനിക്ക് പഠിക്കണം. ഐ ഹാവ് ടു സ്റ്റഡി. രാവിലെ നേരത്തെ എണീക്കൂ. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാനിത് എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് ദിസ്? എത്രയും വേഗം. ആസ് സൂൺ ആസ് പോസിബിൾ. അന്വേഷണം അറിയിക്കുക. അതിന് നമ്മൾ ആസ്ക് ആഫ്റ്റർ എന്നാണ് യൂസ് ചെയ്യുക. അന്വേഷണം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ അന്വേഷിച്ചു എന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ അന്വേഷിച്ചു എന്ന് പറയൂ വീട്ടിൽ പോകുമ്പോൾ, അങ്ങനെ പറയാറില്ലേ? അതിന് ആസ്ക് ആഫ്റ്റർ എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. ടെൽ യുവർ ഡോട്ടർ ഐ വാസ് ആസ്കിങ് ആഫ്റ്റർ ഹെർ. മകളോട് പറയണം ഞാൻ മകളെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന്. അതാണ് അതിൻ്റെ മീനിങ് വരിക. അന്വേഷണം അറിയിക്കുക എന്നുള്ളതിന് ആസ്ക് ആഫ്റ്റർ. അത് സെന്റൻസിൽ വരുമ്പോൾ ടെൽ യുവർ ഡോട്ടർ ഐ വാസ് ആസ്കിങ് ആഫ്റ്റർ ഹെർ. നാളെ കാണാം. സി യു ടുമോറോ. എനിക്കൊരു അവസരം തരൂ. ഗിവ് മീ എ ചാൻസ്. പരമാവധി ശ്രമിക്കാം എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെറ്റ്സ് ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് ഷോട്ട്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് ഷോട്ട്. മാക്സിമം നമ്മളുടെ എഫേർട്ട് എടുത്തിട്ട് അത് ചെയ്യാം എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേം യൂസ് ചെയ്യണത്. വളരെ അപൂർവമായി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വളരെ അപൂർവമായിട്ട് അത് സംഭവിക്കാറുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അപ്പോൾ കുറേ സെന്റൻസുകൾ മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. കുറേ തവണ ഇത് ആവർത്തിച്ച് കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് ഇത് എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമോ
അവിടെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നാണക്കേടൊന്നും വിചാരിക്കേണ്ട, ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. അയ്യോ, ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ് അവരെന്നെ കളിയാക്കുവോ എന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. കുറച്ച് കഴിഞ്ഞ് അവരെന്നെ നമ്മളോട് പറയും, ഓ